ഗൃഹലക്ഷ്മിയിൽ പ്രസിദ്ധീകരിച്ച സ്മിത ഗിരീഷിൻ്റെ ധാരാളം വായിക്കപ്പെട്ട ഒരു കഥയാണ് ഷൈല കോട്ടേജ്. അതിലെ ഒരു ചെറിയ ഭാഗം ഞാനും വായിക്കുകയാണ്. ഊട്ടിയിലും ഡൽഹിയിലും പഠിക്കുമ്പോഴും പല സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുമ്പോഴും കൊച്ചിയിൽ സെറ്റിലാവുമ്പോഴും കരുതിയില്ല കാട് കയറിയ ഈ വീട്ടിൽ എന്നേലും താമസിക്കാൻ പറ്റുമെന്ന്. കുട്ടിക്കാലത്ത് വെക്കേഷൻ ഇവിടെ വന്ന് താമസിക്കാൻ കൊതിയായിരുന്നു. അത്ര രസമായിരുന്നു പണ്ടിവിടെ. ഷൈല സമീരയോടും എന്നോടും ഇടയ്ക്കിടെ പറയും. സമീര നല്ല മൂഡിലെങ്കിൽ കേട്ടുമൂളും, കലിപ്പിലാണെങ്കിലോ കുറേ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി സംസാരിക്കും. എപ്പോഴും സംസാരിക്കാത്തവർ ഉള്ളിൽ അവനവനോട് കലമ്പുന്നവരാണെന്ന് എന്നെപ്പോലെ വേറെ ആർക്കറിയാം? തള്ളേ, യു ബീച്ച്, ഡ്രാമക്കാരി, പ്രേമം കലക്കി. എന്നെയും കൊച്ചിനെയും ഈ പ്രേത ബംഗ്ലാവിലോട്ട് കൊണ്ടുവന്നത് കൊല്ലാൻ പ്ലാനിട്ടല്ലേ? നിങ്ങളുടെ പ്ലാൻ ഈ ജന്മം നടക്കില്ല. യു സ്പോയിൽഡ് അവർ ലൈഫ്സ്. എൻ്റെ കാര്യം പോട്ടെ, ഞാൻ എൻ്റെ ലൈഫ് അടിച്ചു പൊളിച്ചതാ. പക്ഷേ മിണ്ടാൻ വയ്യാത്ത എൻ്റെ മോളെന്തു പിഴച്ചു? ഞങ്ങൾ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു പോകും? അതിനും നിങ്ങൾ ഡ്രാമ ഉണ്ടാക്കിയിട്ടില്ലേ? ശരിക്കും നിങ്ങളൊരു ക്രിമിനലാണ്, എ ഡർട്ടി ക്രിമിനൽ. ഗതി കിട്ടില്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഒച്ചയിട്ട് എന്തെങ്കിലും വലിച്ചെറിഞ്ഞ് സമീര അവിടെ നിന്ന് പോകും. സമീരയ്ക്ക് ഇവിടം ഒരിക്കലും ഇഷ്ടമല്ല.